നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പുകളാണ് പങ്കുവയ്ക്കാനുള്ളത്. ജനുവരി 15 കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട മിതമായ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 12-ാം തീയതി കന്യാകുമാരി പ്രദേശം, മാലിദ്വീപ് പ്രദേശം, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 13-ാം തീയതി തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങളും അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 14-ാം തീയതി തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലെ തെക്കൻ ഭാഗങ്ങളും അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തീയതികളിലും പ്രദേശങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. കേരള തീരത്തിനു മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിനോടനുബന്ധിച്ച് കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതേസമയം ആലപ്പുഴ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇടിമിന്നൽ ദുരന്ത ലഘൂകരണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടനാട്ടിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും തൊഴിലുറപ്പുകാർക്കുമായി രാമങ്കരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി രാമങ്കരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കുഞ്ഞുമോൾ ഉദ്ഘാടനം ചെയ്തു. ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ ശ്രീമതി ആശ സി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ഇടിമിന്നൽ ജാഗ്രതയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാലാവസ്ഥ നിരീക്ഷക ശ്രീമതി രമ്യ ക്ലാസുകൾ നയിച്ചു. പ്രഥമ ശുശ്രൂഷ, ഫയർ ആൻഡ് സേഫ്റ്റി വിഷയങ്ങളിൽ ആലപ്പുഴ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.